ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കാം. അതിനായി 1 കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു മാറ്റി വെക്കാം. ഇത് 5 മിനിറ്റിന് ശേഷം റവയെല്ലാം നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 5-6 ചെറിയുള്ളിയും, ഇനി 2 വറ്റൽമുളക് സോക്ക് ചെയ്തെടുത്തത്, ഒരു ചെറിയ കഷ്ണം തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മാവ് ഈ ഒരു ലൂസിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായതിലേക്ക് ഇതുപോലെ ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡ് റെഡിയായി വരുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലോ നെയ്യോ ആക്കി കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് മറിച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.